ഞങ്ങൾ സ്വീകരിച്ച നിലപാടുകളുണ്ട്. ആ നിലപാട് പ്രിയപ്പെട്ട ലീഗിൻ്റെ പ്രതിനിധി ഷിബു മീരാൻ അവരുടെ സുഹൃത്തുണ്ടല്ലോ കോൺഗ്രസ് എന്താണ് രാജ്യത്തുടനീളം സ്വീകരിച്ചതെന്ന് പറയണ്ടേ? ഇവരിപ്പോൾ ചൂണ്ടയാണ്, ചൂണ്ടക്കൊളുത്താണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നിങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച കേരളത്തിൽ നിങ്ങൾക്ക് വേണ്ടി വലിയ ശബ്ദമുയർത്തിയ ആളാണല്ലോ രേവന്ത് റെഡ്ഡി. ആ രേവന്ത് റെഡ്ഡി ഇപ്പോൾ ചൂണ്ടയിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മീൻ പിടിച്ചിട്ട് മീൻ വിൽക്കുകയാണ്. അതിൻ്റെ വലിയ പബ്ലിസിറ്റി കൊടുക്കുകയാണ്. എന്താ നിങ്ങളുടെ നിലപാട്? ഒപ്പിട്ടവും നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അല്ലേ? രാജസ്ഥാനിൽ ഒപ്പിട്ടവും നടപ്പിലാക്കുന്നതും കോൺഗ്രസ് അല്ലേ? കർണാടകയിൽ ഒപ്പിട്ട BJP ആണ്, നടപ്പിലാക്കുന്നത് കോൺഗ്രസ് അല്ലേ? ഹിമാചലിലും അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലും ഒപ്പിട്ടത് കോൺഗ്രസ് അല്ലേ? ആ കോൺഗ്രസിനെ കുറിച്ച് ലീഗിന്റെ അഭിപ്രായം എന്ത് എന്ന് അറിയാൻ താല്പര്യമുണ്ട്. ഒരു പ്രതിഷേധവും ഇല്ലല്ലോ. പിന്നെ ഒരു ചോദ്യം കൂടി അദ്ദേഹം മറുപടി പറയേണ്ടതുണ്ട്. ഇതിന്റെ ഭാഗമായി ആശങ്കയുണ്ടാക്കുന്ന വിഷയം പാഠ്യപദ്ധതിയിലേക്ക് ഉൾപ്പെടെ കടന്നു വരുന്നു എന്നാണല്ലോ. അതാണ് ഈ പ്രായോഗികമായി കേരളം സ്വീകരിച്ച നിലപാടുണ്ട്. എന്താണ്? കരിക്കുലത്തിന്റെ ഭാഗമായി സംഘപരിവാര അജണ്ട കേരളത്തിൽ നടപ്പിലാക്കാതിരിക്കാൻ പാഠ്യപദ്ധതി 1 മുതൽ 10 വരെ പരിഷ്കരിച്ച ഏക ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. എന്താ നിങ്ങളുടെ കൂട്ടാളികൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് ആ നിലപാട് സ്വീകരിക്കാഞ്ഞത്? മറുപടി പറയേണ്ടതുണ്ട്. NCERT വെട്ടിമാറ്റിയ ഗാന്ധിവധം, അതുപോലെ തന്നെ മുഗൾ ചരിത്രം, ഇത് പ്രത്യേക പാഠപുസ്തകമായി അച്ചടിച്ച് വിതരണം ചെയ്ത് പഠിപ്പിക്കുക മാത്രമല്ല അതിൽ പരീക്ഷ നടത്തുകയൂടി ചെയ്ത ഇന്ത്യയിലെ ഏക സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്.